നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലക്ഷദ്വീപിൽ ഫോട്ടോഷൂട്ട് നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇസ്രായേലിന്റെ പാവയെന്ന് മാലദ്വീപ് മന്ത്രി ആക്ഷേപിച്ചത് വിവാദമായതോടെ ലക്ഷദ്വീപിന്റെ ചിത്രങ്ങളും വീഡിയോയും പങ്കുവെച്ച് ഇസ്രായേൽ എംബസിയും രംഗത്തു വരികയാണ്. ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ഇന്ത്യയും വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു. ലക്ഷദ്വീപിന്റെ ഭംഗി ആസ്വദിക്കാൻ ആഹ്വാനം ചെയ്താണ് ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി പോസ്റ്റ് ഇട്ടത്. ഇസ്രായേൽ സഹകരണത്തോടെ ലക്ഷദ്വീപിൽ നടപ്പാക്കുന്ന സമുദ്ര ജല ശുദ്ധീകരണ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ വർഷം സന്ദർശിച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇവർ പങ്കുവച്ചത്. ഈ പദ്ധതി ഉടൻ ആരംഭിക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്നും ലക്ഷദ്വീപിന്റെ അതിമനോഹരമായ സൗന്ദര്യം ഇതുവരെ കാണാത്തവർക്കായി കുറച്ച് ചിത്രങ്ങൾ നൽകുന്നു എന്നുമാണ് കുറിപ്പോടെയാണ് പോസ്റ്റ്. ലക്ഷദ്വീപ് സന്ദർശിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഹാഷ്ടാഗും ഇതിനൊപ്പം നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ മാലദ്വീപ് ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിച്ചിരുന്നു. ടൂറിസ്റ്റ് കേന്ദ്രമായ മാലദ്വീപിനെ ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനവും സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആണ്. അതിനിടെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു 5 ദിന പര്യടനത്തിനായി ചൈനയിലെത്തിയിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ മാലദ്വീപിലെത്തുന്നത്. 2023 2,09,000-ലധികം പേരും 2022 2,40,000-ലേറെ പേരും ഇന്ത്യയിൽ നിന്ന് ദ്വീപിലെത്തിയിട്ടുണ്ട്. 2021 2,10,000-ലധികം ഇന്ത്യക്കാരാണ് വിനോദസഞ്ചാരികളായി മാലദ്വീപ് സന്ദർശിച്ചത്. കോവിഡ് കാലത്ത് അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെ സ്വീകരിച്ച ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് മാലദ്വീപ്. ആ കാലയളവിൽ ഏകദേശം 63,000 ഇന്ത്യക്കാർ രാജ്യം സന്ദർശിച്ചു. കോവിഡിന് മുൻപുള്ള 2018 90,474 സന്ദർശകരാണ് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപിലെത്തിയത്. അന്ന് വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 5ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. 2019 ഏകദേശം ഇരട്ടി, അതായത് 1,66,030 പേരുമായി ഇന്ത്യ 2ാം സ്ഥാനത്തെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശത്തെ തുടർന്ന് ഇന്ത്യക്കാർ കൂട്ടത്തോടെ മാലദ്വീപ് ഒഴിവാക്കിയതോടെ വിനോദസഞ്ചാര മേഖല പ്രതിസന്ധിയിലേക്കെന്ന് റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കൂടുതൽ വിനോദസഞ്ചാരികളെ രാജ്യത്തേക്ക് അയക്കണമെന്നും കാര്യമായി സഹായിക്കണമെന്നും ചൈനയോട് അഭ്യർത്ഥിച്ച് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസും രംഗത്ത് വന്നു. നയതന്ത്ര തലത്തിൽ ഉയർന്ന പ്രതിഷേധം ട്രാവൽ ഏജൻസികളും സഞ്ചാരികളും ഏറ്റുപിടിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത്. മാലദ്വീപ് ഒഴിവാക്കിയതിന് പകരം ലക്ഷദ്വീപ് സഞ്ചാരികൾ കൂട്ടത്തോടെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. നീണ്ട 5 ദിവസത്തെ സന്ദർശനത്തിനായി ചൈനയിലെത്തിയപ്പോഴാണ് മുയിസുവിന്റെ അഭ്യർത്ഥന. ഫുജിയാൻ പ്രവിശ്യയിലെ മാലദ്വീപ് ബിസിനസ് ഫോറത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ചൈന മാലദ്വീപിന്റെ അടുത്ത സുഹൃത്താണെന്ന് കൂടി മുയിസ് പ്രഖ്യാപിച്ചു. അടുത്ത സുഹൃത്തിന് പുറമെ വികസനങ്ങളിൽ പങ്കാളികളാണെന്ന് കൂടി മുയിസ് കൂട്ടിച്ചേർത്തു. 2014 ഷീ ജിൻപിങ് തുടക്കമിട്ട ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിനെ വാനോളം പുകഴ്ത്തിയ മുയിസു ആ പ്രൊജക്ട് മാലദ്വീപിന്റെ ചരിത്രത്തിൽ നിർണായക വികസനത്തിന് നാടിയായിരുന്നുവെന്നും പറഞ്ഞു. കോവിഡിന് മുൻപ് ചൈനയിൽ നിന്നാണ് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ മാലദ്വീപിലേക്ക് എത്തിയിരുന്നത്. കോവിഡിന് ശേഷം അതിൽ ഗണ്യമായ കുറവുണ്ടായി. അതിനാൽ കൂടുതൽ വിനോദസഞ്ചാരികളെ മാലദ്വീപിലേക്ക് എത്തിക്കാൻ നടപടികൾ വേണമെന്നും മുയിസ് പറഞ്ഞു.